ഗുരുപരമ്പരയെ സ്മരിച്ചുകൊണ്ട് ഈശാവാസ്യോപനിഷത്ത് 15-ാമത്തെ മന്ത്രമാണ്. ഇത് പറയുന്നത് ബ്രഹ്മോപാസീനഃ യഥോക്ത കർമ്മകൃച്ഛ യഹ സോ അന്തകാലേ പ്രാപ്തേ സത്യാത്മാനം ആത്മനഃ പ്രാപ്തിദ്വാരം യാചതേ ഹിരണ്മയേന പാത്രേണ. മാർഗയാചനയാണ്, ഉപാസന. മരണസമയം ഈ ശരീരം വിട്ട് ആ ജീവൻ ബ്രഹ്മലോകത്തിലേക്ക് പോകുന്നതിന് വേണ്ടി ഉപാസകൻ മാർഗത്തെ, ഉത്തരായണ മാർഗം, അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഈശ്വരനോട്. അതാണ് അടുത്ത മന്ത്രം. ഹിരണ്മയേന പാത്രേണ സത്യസ്യാപിഹിതം മുഖം തത്വം പോഷൻ അപാവർണു സത്യധർമായ ദൃഷ്ടയേ. ഹിരണ്മയേന പാത്രേണ സത്യസ്യ അപിഹിതം മുഖം. അത് തത് ത്വം, രണ്ട് പദങ്ങളാണ്. തത്വം എന്നല്ല, തത് ത്വം, അത് നീ എന്നാണ്. തത് ത്വം പൂഷൻ അപാവർണോ സത്യധർമായ ദൃഷ്ടയേ. വായിക്കാം. ഹിരണ്മയേന പാത്രേണ സത്യസ്യാപിഹിതം മുഖം തത്വം പോഷൻ അപാവർണോ സത്യധർമായ ദൃഷ്ടയേ. അതിന്റെ ഭാഷ്യം. ഹിരണ്മയമിവ, ഹിരണ്മയം ജ്യോതിർമയം ഇത്യേതത്. ഹിരണ്മയം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം പറഞ്ഞു, ഹിരണ്മയം പോലെ എന്ന് വെച്ചാൽ ജ്യോതിർമയമായിരിക്കുന്ന, തേജോമയമായിരിക്കുന്ന എന്നർത്ഥം. തേന പാത്രേണ ഇവ, അങ്ങനെയുള്ള പാത്രം പോലെ, സ്വർണമയമായ ഒരു പാത്രം പോലെ, പ്രകാശമയമായ ഒരു പാത്രം പോലെ. ഇവിടെ ഹിരണ്മയം എന്നുള്ളതുകൊണ്ട് തേജോമയമായ പ്രകാശം പൂർണ്ണമായ ഒരു പാത്രം പോലെ. പാത്രം എന്ന് പറഞ്ഞാൽ എന്താണ്? അപിധാനഭൂതേന. ഇവിടെ പാത്രം എന്ന് വെച്ചാൽ അടപ്പ് എന്നുള്ള അർത്ഥത്തിലാണ്. പാത്രത്തിന്റെ മൂടി, പാത്രം മൂടുന്നതിന് ഉപയോഗിക്കുന്ന അടപ്പ്, മൂടി, അതിനാണ് ഇവിടെ പാത്രം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ജ്യോതിർമയമായ ഒരു അടപ്പുണ്ട് എന്നർത്ഥമാണ്. പ്രകാശപൂരിതമായ ഒരു മൂടിയുണ്ട്. സത്യസ്യ ഏവ, സത്യത്തിന്റെ, സത്യം എന്ന് പറയുന്നത് എന്താണ്? ആദിത്യമണ്ഡലസ്ഥസ്യ ബ്രഹ്മണഃ, ആദിത്യമണ്ഡലസ്ഥൻ, ആദിത്യമണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്നവനായ ബ്രഹ്മം, ഹിരണ്യഗർഭൻ. ഹിരണ്യഗർഭന്റെ സ്ഥാനം ആദിത്യമണ്ഡലമാണ് എന്ന് ഉപനിഷത്തുകളിലും പുരാണങ്ങളിലും എല്ലാം പറയുന്നുണ്ട്. അപ്പൊ ആദിത്യമണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്നവനായ ബ്രഹ്മണഃ, ഹിരണ്യഗർഭന്റെ മുഖം ദ്വാരം അപിഹിതം ആച്ഛാദിതം. മുഖം എന്ന് വെച്ചാൽ ആ മാർഗത്തെ, അങ്ങോട്ട് കടക്കുന്നതിനുള്ള ആ മാർഗത്തെ, മുഖം എന്ന് വെച്ചാൽ ഇവിടെ ദ്വാരം, വഴി, അത് അപിഹിതം ആച്ഛാദിതം, മറയ്ക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ ആദിത്യമണ്ഡലസ്ഥനായിരിക്കുന്ന ആ ഹിരണ്യഗർഭനെ സമീപിക്കുന്നതിനുള്ള മാർഗം ജ്യോതിർമയമായ ഒരു അടപ്പുണ്ട്, അത് അടച്ചിരിക്കുകയാണ്.
എന്നാണ്. എന്ന് പറയുമ്പോൾ സൂര്യമണ്ഡലത്തിലേക്ക് നമുക്ക് നോക്കാൻ പറ്റുന്നില്ല. കാരണം കണ്ണ് ചിമ്മിപ്പോകും അതിന്റെ തേജസ് കൊണ്ട്. അപ്പോൾ അത് സത്യത്തിന്റെ ഉപാധിയാണ്. അപ്പൊ സത്യത്തെ ദർശിക്കുന്നതിന് അതിന്റെ തേജസ് നമ്മെ അനുവദിക്കുന്നില്ല എന്നാണ്. അതിലേക്ക് കടക്കുന്നതിന് അതിന്റെ തേജസ് തന്നെ ഇവിടെ ഉപാസകനെ അനുവദിക്കുന്നില്ല. കാരണം അതത്രയും മഹത്വമുള്ളതാണ്. ഉപാസകന് അതിനെ സമീപിക്കുന്നതിനുള്ള ശക്തി പോരാ. അയാളുടെ കാഴ്ചശക്തി അതിനെ കാണുന്നതിന് അപര്യാപ്തമാണ്. അത്രയും തേജസ്സുള്ളതാണ്. തത്വം മന്ത്രത്തിൽ വരുന്നിടത്ത് തത്വം രണ്ട് പദമാണ്. തത് ത്വം. ഹേ പൂഷൻ അപാവർണോ. ഹേ പൂഷൻ ത്വം നീ, തത് അത്, അപാവർണോ അപസാരയ മാറ്റൂ എന്നാണ്. ഹേ പൂഷൻ. പൂഷൻ എന്ന് പറയുന്നത് സൂര്യനാണ്. സൂര്യൻ എന്ന് പറയുന്നതുകൊണ്ട് ഇവിടെ സൂര്യമണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്ന ഹിരണ്യഗർഭനെയാണ് പൂഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോ അവിടെ പ്രാർത്ഥിക്കുകയാണ്, അല്ലയോ ബ്രഹ്മൻ, ആ നിന്നെ സമീപിക്കുന്നതിനുള്ള ആ തടസ്സത്തെ നീ മാറ്റൂ. അപസാരയ. എന്തിന്? സത്യ. അടുത്ത് പറഞ്ഞു തത്വം പൂഷൻ അപാവന്നു സത്യധർമായ ദൃഷ്ടയെ. അത് വ്യാഖ്യാനിക്കും. സത്യധർമായ സത്യസ്യ ഉപാസനാത് സത്യം ധർമ്മോ യസ്യ. ഞാൻ ഇതുവരെ സത്യത്തെയാണ് ഉപാസിച്ചത്. സത്യം എന്ന് പറയുന്നത് ഹിരണ്യഗർഭൻ. ഹിരണ്യഗർഭരൂപത്തിലുള്ള സത്യത്തെയാണ് ഞാൻ ഉപാസിച്ചത്. അതുകൊണ്ടെന്തായി? എന്റെ ധർമ്മം തന്നെ സത്യമായി മാറി. അതാണ് സത്യം ധർമ്മോയസ്യമം. സത്യം തന്നെ ധർമ്മമായി തീർന്നാണ് എന്നർത്ഥം. സോഹം സത്യധർമ്മ. അങ്ങനെയുള്ളവനാണ് ഈ സത്യധർമ്മം. സത്യത്തെ തന്നെ ഉപാസിച്ച് എന്റെ ധർമ്മം തന്നെ സത്യമായി മാറി. തസ്മൈ മഹ്യം. അങ്ങനെയുള്ള എനിക്ക് ദർശിക്കുന്നതിന് വേണ്ടി എന്നാണ്. സത്യധർമായ എന്നുള്ളതിനെ വ്യാഖ്യാനിച്ചാണ്. സത്യം ധർമ്മമായിരിക്കുന്ന എനിക്ക് നിന്റെ ദർശനം ഉണ്ടാകുന്നതിന് വേണ്ടി ആ തടസ്സത്തെ മാറ്റിത്തരൂ എന്നാണ്. അങ്ങനെ തന്നെ വ്യാഖ്യാനിക്കും. മറിച്ചും വ്യാഖ്യാനിക്കാം. അഥവാ യഥാഭൂതസ്യ ധർമ്മസ്യ അനുഷ്ഠാത്രേ. സത്യം എന്ന് വെച്ചാൽ യഥാഭൂതം. യഥാഭൂതമായ ധർമ്മം അനുഷ്ഠാതാവ്, ആ ധർമ്മത്തിന്റെ അനുഷ്ഠാതാവ് ദൃഷ്ടയെ സത്യധർമ്മസ്യ എന്നുവെച്ചാൽ അതിനെ വ്യാഖ്യാനിക്കുന്നു. തവ സത്യാത്മനഃ ഉപലബ്ധയെ. സത്യാത്മാവായ അങ്ങയുടെ ഉപലബ്ധിക്ക്, സാക്ഷാത്കാരത്തിന് വേണ്ടി. അതായത് സത്യസ്വരൂപത്തിന്റെ സാക്ഷാത്കാരത്തിന് വേണ്ടി എന്ന് പറയാം. അങ്ങയുടെ ആ സത്യസ്വരൂപത്തിന്റെ സാക്ഷാത്കാരത്തിന് വേണ്ടി, അല്ലെങ്കിൽ സത്യം തന്നെ ധർമ്മമായിരിക്കുന്ന എനിക്ക് അങ്ങയെ കാണുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അങ്ങയുടെ ആ സത്യസ്വരൂപത്തിന്റെ ഉപലബ്ധിക്ക് വേണ്ടി. രണ്ടു തരത്തിലും പറയാം. അപ്പോൾ ആ സത്യത്തിന്റെ തേജസ് തന്നെ സത്യത്തിനുള്ള വഴിയെ തടഞ്ഞിരിക്കുന്നു. കാരണം ആ തേജസ്സിനെ എന്റെ ശക്തി കൊണ്ട് മാറ്റാൻ എനിക്ക് കഴിയുന്നില്ല.
അപ്പോൾ സത്യം അതെടുക്കാൻ പ്രയാസമുള്ളതാണ്. അതിനെ അന്വേഷിക്കുന്നവന്റെ ശേഷി ആ സത്യത്തെ വെളിപ്പെടുത്തുന്നതിന് പര്യാപ്തമല്ല. അതുകൊണ്ട് അങ്ങ് തന്നെ അതിനുള്ള ആ തേജസ്സിനെ മാറ്റി ആ സത്യത്തിലേക്ക് എന്നെ അടുപ്പിക്കണം എന്ന് ഉപാസകൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ അത് സൂചിപ്പിക്കുന്നത് ഒരു സാധകനെ സംബന്ധിച്ചിടത്തോളം ആ സത്യത്തിലേക്ക് അടുക്കുന്നതിന് ആ സത്യത്തിന്റെ തന്നെ അനുഗ്രഹം കൂടിയേ തീരൂ. സ്വന്തം കഴിവുകൊണ്ട് തന്റെ കഴിവിനെ മാത്രം ആശ്രയിച്ച് അതിനെ സമീപിക്കാൻ ഒക്കത്തില്ല. കാരണം ആ സത്യം അത്രയും തേജസ്സുള്ളതാണ്. അതിനെ സമീപിക്കുന്നതിനുള്ള യോഗ്യത സാധകന് സ്വയം ആർജിക്കാൻ കഴിയത്തില്ല, ആ സത്യത്തിന്റെ അനുഗ്രഹം കൂടാതെ. അതുകൊണ്ട് അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ താനതിനെ കാണുന്നുണ്ട്, പക്ഷെ അതിനെ സമീപിക്കാൻ കഴിയുന്നില്ല എന്നാണ്. അപ്പോൾ അതിനൊരു പ്രതീകമായിട്ട് ഇവിടെ സൂര്യനെ പറഞ്ഞിരിക്കുന്നു. സൂര്യനെ കാണാൻ കഴിയുന്നുണ്ട്, പക്ഷെ സമീപിക്കാൻ കഴിയുന്നില്ല. കാരണം അതിന്റെ തേജസ് അതിനെ കാണുന്ന കണ്ണിനേക്കാളും വളരെ ശക്തിയുള്ളതാണ്. അതുകൊണ്ട് കണ്ണുകൊണ്ട് അതിനെ കൂടുതൽ അടുത്ത് കാണാൻ കഴിയുന്നില്ല. കണ്ണിനുകൊണ്ട് തേജസ്, സൂര്യനിലുണ്ട് തേജസ്. കണ്ണിന്റെ തേജസ് കൊണ്ട് സൂര്യനെ കാണാനേ കഴിയുന്നുള്ളൂ, സമീപിക്കാൻ കഴിയുന്നില്ല. അതുതന്നെയാണ് ഈ സത്യസ്വരൂപനായിരിക്കുന്ന ഈശ്വരനെയും അതിനെ സമീപിക്കുന്നതിനുള്ള ശക്തി ഈ സാധകന് പോരാ. അതിനാ ഈശ്വരന്റെ അനുഗ്രഹം ഉണ്ടായാലേ കഴിയൂ എന്നിങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ വിശേഷിച്ച് വൈദികമായ രീതിയിൽ ഉത്തരായണ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്ന ഈ സാധകൻ മരണസമയത്ത് ആ മാർഗം വ്യക്തമാകുന്നതിന് വേണ്ടി തന്റെ ഉപാസ്യദേവനായ ഹിരണ്യഗർഭനോട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന ആയിട്ടാണ് ഇതിനെ വ്യാഖ്യാനിക്കുന്നത്. അതിന്റെ അർത്ഥം പറയാം. സത്യസ്യ ഹിരണ്യഗർഭന്റെ മുഖം, പ്രാപ്തിക്കുള്ള വഴി, ഹിരൺമയേന പാത്രേണ ജ്യോതിർമയമായ ഒരു മൂടിയാൽ അപഹിതം അടയ്ക്കപ്പെട്ടിരിക്കുന്നു. പൂഷൻ അല്ലയോ ബ്രഹ്മൻ, തത് ആ മൂടി, ത്വം അങ്ങ്, സത്യധർമ്മായ ദൃഷ്ടയെ സത്യധർമ്മനായ ഉപാസകനായ എനിക്ക് ദൃഷ്ടയെ അങ്ങേ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി അപാവർണു മാറ്റു. അടുത്ത മന്ത്രം. പൂഷൻ ഏകർഷേ യമ സൂര്യ പ്രാജാപത്യ വ്യൂഹ രശ്മീൻ സമൂഹ തേജഃ യത് തേ രൂപം കല്യാണതമം തത് തേ പശ്യാമി യോ യഹ യോ എന്നൊന്ന് യഹ അസൗ അസൗ വീണ്ടും അത് തന്നെ പുരുഷഃ സഹ അഹം അസ്മി.
വായിക്കാം. പൂഷന്നേകർഷേ യമസൂര്യപ്രാജാപത്യ വ്യൂഹരശ്മീൻ സമൂഹ തേജോയത്തേ രൂപം കല്യാണതമം തത്തേ പശ്യാമി യോ അസാവസൗ പുരുഷഃ സോഹമസ്മി. ഇതും ആ പ്രാർത്ഥനയാണ്. ഹിരണ്യഗർഭനോട് പ്രാർത്ഥിക്കുകയാണ്. ഹേ പൂഷൻ. ഇവിടെ സൂര്യനെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നതെങ്കിലും നമ്മൾ ആകാശത്ത് കാണുന്ന സ്ഥൂല സൂര്യനെയല്ല, ആ സൂര്യനെ ഉപാധിയായി സ്വീകരിച്ചിരിക്കുന്നു. സൂര്യൻ എന്ന് പറയുമ്പോൾ അത് തേജസ്സിന്റെ പ്രതീകമാണ്. അപ്പോൾ ആ തേജസ്സിനെ ഉപാധിയായി സ്വീകരിച്ചിരിക്കുന്ന പരമാത്മ ചൈതന്യത്തോടാണ് പ്രാർത്ഥിക്കുന്നത്. ഹിരണ്യഗർഭൻ എന്നുള്ള സങ്കല്പത്തിൽ സ്ഥിതി ചെയ്യുന്ന ആ പരമാത്മ ബ്രഹ്മത്തോട് പ്രാർത്ഥിക്കുകയാണ്. അത് ചൈതന്യ സ്വരൂപമാണ്, സൂര്യൻ തേജോരൂപമാണ്. രണ്ടും പ്രകാശസ്വരൂപമുള്ളതാണ്. അതുകൊണ്ട് ചൈതന്യ സ്വരൂപനായ പരമാത്മാവിന് തേജസ്വരൂപനായ സൂര്യനെ ഒരു ഉപാധിയായി സ്വീകരിച്ചിരിക്കുന്നു. അങ്ങനൊരു പ്രതീകമായി സ്വീകരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഹേ പൂഷൻ. അതിനെ വ്യാഖ്യാനിക്കുന്നു. പൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ജഗതഃ പോഷണ പൂഷ രവിഹി. പോഷിപ്പിക്കുന്നത് കൊണ്ട് പൂഷൻ എന്ന് പറയുന്നു. പോഷണ പൂഷ എന്നാണ്. ജഗതഃ ജഗത്തിനെ പോഷിപ്പിക്കുന്നതുകൊണ്ട്. സൂര്യനാണ് ജഗത്തിനെ പോഷിപ്പിക്കുന്നത്. സൂര്യന്റെ ഊർജം കൊണ്ടാണ് ഈ ജഗത്ത് നിലനിൽക്കുന്നത്. അതുകൊണ്ട് ജഗതഃ പോഷണ പൂഷ, ജഗത്തിനെ പോഷിപ്പിക്കുന്നതുകൊണ്ട് പൂഷാവെന്ന പേര് വന്നു സൂര്യൻ. രവി സൂര്യനാണ് എന്നർത്ഥം. ആണ് ഹേ പൂഷൻ. അടുത്ത ഏകർഷേ, അതിനെ വ്യാഖ്യാനിക്കുന്നു. തഥാ ഏക ഏവ ഋഷതി ഗച്ഛതി ഇത്യേകർഷി. ഏക ഏവ ഋഷതി, ഏകനായി തന്നെ ഋഷതി ഗച്ഛതി. ആകാശമണ്ഡലത്തിൽ സൂര്യൻ ഒറ്റയ്ക്ക് സഞ്ചരിക്കുകയാണ്. ആണ് ഏകർഷി, ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്നവൻ ഏകർഷി. ഈ വിശേഷണങ്ങളെല്ലാം പരമാത്മാവിന് യോജിക്കുന്നതാണ്. ഈ ജഗത്തിനെ പോഷിപ്പിക്കുന്നത് പരമാത്മാവാണ്. ആ പരമാത്മാവ് ഏകനാണ്, ഒറ്റയ്ക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ തന്റെ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ സൂര്യന്റെ വിശേഷണമായി വരുന്നത് വാസ്തവത്തിൽ പരമാത്മാവിന്റെ വിശദീകരണങ്ങളാണ്. ഹേ ഏകർഷേ, അല്ലയോ ഏകർഷി, ഏകനായി തന്നെ സഞ്ചരിക്കുന്നവനെ. ഇവിടെ തീർഷതി, തീർഷ ഗതോ എന്ന് പറയുന്ന ധാതുവിൽ നിന്ന് വന്നാണ്. ഇവിടെ ഗച്ഛതി, സഞ്ചരിക്കുന്നു എന്നുള്ള അർത്ഥമാണ്. തഥാ സർവസ്യ സംയമനാത് യമഃ, സർവത്തെയും സംയമനം ചെയ്യുക, നിയന്ത്രിക്കുക. അതുകൊണ്ട് യമൻ എന്ന് പേര്. സൂര്യന് സർവത്തെയും സംയമനം ചെയ്യുന്നുണ്ട്. കാരണം സൂര്യനാണ് കാലത്തിലൂടെ പ്രപഞ്ചത്തിലെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. കാലത്തെ നിയന്ത്രിച്ചുകൊണ്ട് അഹോരാത്രാദികളെ തുടർന്ന് വരുന്ന കാലത്തെ ഋതുക്കളെ എല്ലാം സൂര്യന്റെ നിയന്ത്രണത്തിലാണതല്ല. അതുകൊണ്ട് പ്രപഞ്ചത്തെ സർവവും സംയമനം ചെയ്യുന്നത് സൂര്യനാണെന്ന് പറയാം. ഈശ്വരനും ആണത് മുഖ്യമായി യോജിക്കുന്നത്. യമഹ, ഹേ യമ, അതൊക്കെ സംബോധനകളാണ്. ഹേ പൂഷൻ, ഹേ ഏകർഷേ, ഹേ യമ എന്നിങ്ങനെ സംബോധന ചെയ്യുകയാണ്. അടുത്ത സൂര്യ ശബ്ദം വ്യാഖ്യാനിക്കണം. തഥാ രശ്മീനാം പ്രാണാനാം രസാനാം ച സ്വീകരണ സൂര്യ. സ്വീകരോതീതി സൂര്യ, സ്വീകരിക്കുന്നവൻ ആണ് സൂര്യൻ എന്ന് പറയുന്ന ശബ്ദത്തിന്റെ അർത്ഥം. സൂര്യൻ സ്വീകരിക്കുന്നവൻ. എന്തിനെ സ്വീകരിക്കുന്നു? രശ്മീനാം പ്രാണാനാം, രശ്മികളെ. രശ്മി എന്ന് പറയുന്നത് പ്രാണങ്ങളെ. പ്രാണങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ എന്നർത്ഥം. ഇന്ദ്രിയങ്ങളെല്ലാം സ്വീകരിക്കുന്ന സൂര്യനാണ്. അതും ഉപനിഷത്തിൽ പറയുന്നുണ്ട്. സൂര്യൻ ഉദിക്കുമ്പോൾ സൂര്യന്റെ രശ്മികൾ ഭൂമിയിലേക്ക് പതിക്കുന്നു. അപ്പോൾ ജീവന്മാരുടെ ഇന്ദ്രിയങ്ങളിലേക്ക് അത് വ്യാപിക്കുന്നു. പ്രധാനമായിട്ടും ചക്ഷുരേന്ദ്രിയത്തിൽ വ്യാപിച്ചിട്ട് ചക്ഷുരേന്ദ്രിയത്തെ പ്രവർത്തിപ്പിക്കുന്നു. കണ്ണിൽ പ്രകാശം വരുമ്പോഴേ കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നുള്ളൂ. അപ്പോൾ കണ്ണിൽ
പതിക്കുന്ന പ്രകാശം ആ ചക്ഷുരേന്ദ്രിയത്തിൽ വ്യാപിക്കുന്നു. അതാണ് സൂര്യൻ ഇന്ദ്രിയങ്ങളെ സ്വീകരിക്കുന്നു എന്ന് പറയുന്നു. എന്നുവെച്ചാൽ സൂര്യപ്രകാശം ചക്ഷുരേന്ദ്രിയത്തിന്റെ ആ പ്രകാശത്തെ ഉൾക്കൊള്ളുന്നു. അപ്പോൾ അത് രണ്ടും കൂടി ചേർന്നിട്ടാണ് പിന്നീട് പ്രവർത്തിച്ച് കാണുന്നത്. അത് ഉപനിഷത്തിൽ തന്നെ വ്യാഖ്യാനിക്കുന്നുണ്ട്. അതിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ആ പ്രാണന്മാരെ, അതായത് ഇന്ദ്രിയങ്ങളെ സ്വീകരിക്കുന്നു. ഇന്ദ്രിയങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ആ ഇന്ദ്രിയങ്ങളെ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്നത് സൂര്യകിരണങ്ങളാണ്. അതാണ് തഥാ രശ്മീനാം, രശ്മി എന്ന് വെച്ചാൽ പ്രാണൻ, പ്രാണൻ എന്ന് വെച്ചാൽ ഇന്ദ്രിയങ്ങൾ. അതിന് പിന്നെ രസാനാം, രസങ്ങളെല്ലാം സ്വീകരിക്കുന്നത് സൂര്യനാണ്. അത് പ്രസിദ്ധമാണ്. എല്ലാ രസങ്ങളെയും, സമുദ്രത്തിലെ ജലം ഉൾപ്പെടെയുള്ള എല്ലാ രസങ്ങളെയും സൂര്യൻ സ്വീകരിക്കുന്നു. സൂര്യന്റെ ചൂട് കൊണ്ട് അത് ബാഷ്പമായി മുകളിലേക്ക് പോകുന്നു എന്നാണ്. അപ്പോൾ എല്ലാ രസങ്ങളും, രസരൂപത്തിലുള്ള എന്തിനേയും സൂര്യൻ എന്ത് ചെയ്യുന്നു? ബാഷ്പീകരിക്കുന്നു. അങ്ങനെ സൂര്യനെ തന്നെ സ്വീകരിക്കുന്നു എന്ന് പറയും. അതുപോലെ ബാഷ്പീകരിച്ച വസ്തുക്കൾ ഉയർന്നു പോകുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അത് സൂര്യനിലേക്ക് പോകുന്നു എന്നാണ് സങ്കല്പം. സൂര്യൻ അതിനെ തന്നിലേക്ക് സ്വീകരിക്കുകയാണ്. തന്റെ രശ്മികൾ ഉപയോഗിച്ച് ആ ജലത്തെ ബാഷ്പീകരിച്ച് തന്നിലേക്ക് എടുക്കുന്നു. അതുകൊണ്ട് ഇവിടെ പറയുന്നു രസാനാം സ്വീകരണ, രസങ്ങളെല്ലാം സ്വീകരിക്കുന്നു. അപ്പൊ സ്വീകരിക്കുന്നത് കൊണ്ടാണ് സൂര്യൻ. ഇന്ദ്രിയങ്ങളെയും രസങ്ങളെയും എല്ലാം സ്വീകരിക്കുന്നു. അതുകൊണ്ട് സൂര്യൻ എന്നുള്ള പേര് വന്നു. ഹേ സൂര്യ, അത് സംബോധനയാണ്. ഹേ സൂര്യ. അടുത്ത് വരുന്നത് ഹേ പ്രാജാപത്യ, പ്രജാപതേരപത്യം പ്രാജാപത്യ. പ്രജാപതിയുടെ അപത്യമാണ്, സന്താനമാണ് സൂര്യൻ എന്ന് പറയുന്നത്. അതും ഉപനിഷത്തിൽ പറയുന്നുണ്ട്. സൃഷ്ടിയെ ആഗ്രഹിച്ചുകൊണ്ട് പ്രജാകാമനായിരിക്കുന്ന ആ പ്രജാപതി തപസ് ചെയ്തു. ആ തപസ്സിന്റെ ഫലമായി സൂര്യനും ചന്ദ്രനും ഉണ്ടായി എന്ന് പറയുന്നു. അപ്പോൾ പ്രജാപതി എന്ന് പറയുന്നത് ഇവിടെ ഹിരണ്യഗർഭനെയാണ്. അപ്പോൾ അങ്ങനെ സൃഷ്ടിച്ചതാണ് സൂര്യചന്ദ്രന്മാരെ, ആ തേജസ്സിനെ. അപ്പൊ അതിനെ സൃഷ്ടിച്ച് സ്വയം താൻ തന്നെ അതിനെ തന്റെ ഉപാധിയാക്കി മാറ്റി എന്നാണ്. താൻ സൃഷ്ടിച്ച് ഏറ്റവും ശ്രേഷ്ഠമായ വസ്തുവിനെ ആ ഹിരണ്യഗർഭൻ തന്റെ തന്നെ ഉപാധിയായി മാറ്റി എന്നാണ്. അതുകൊണ്ട് പ്രജാപതിയുടെ സന്താനം എന്നർത്ഥത്തിൽ പ്രാജാപത്യൻ എന്നാണ്. പ്രജാപതിരപത്യം പ്രാജാപത്യ, ഹി പ്രാജാപത്യ. ഇത് ഇത്രയും സംബോധനകളാണ്. പൂഷൻ, ഏകർഷി, യമ, സൂര്യ, പ്രാജാപത്യ. ഈ സംബോധനയെല്ലാം ഈ ആകാശമണ്ഡലത്തിൽ കാണുന്ന സൂര്യന് യോജിക്കും. ആ സൂര്യനാകുന്ന ഉപാധിയെ സ്വീകരിച്ചിരിക്കുന്ന ഹിരണ്യഗർഭനെ യോജിക്കുന്നു. പ്രാജാപത്യൻ പ്രജാപതിയുടെ സന്താനമാണ്. അപ്പൊ പ്രജാപതിയുടെ സന്താനം എന്ന് പറയുന്ന വിശേഷണവും യോജിക്കുന്നു. കാരണം ആ പ്രജാപതി തന്നെ ആദിത്യനാകുന്ന ഉപാധിയോടുകൂടിയിരിക്കുന്നു. അപ്പോൾ അതിനെ പ്രാജാപത്യൻ എന്ന് വിളിക്കുന്നു. അപ്പൊ അതും അതിന് യോജിക്കുന്നുണ്ട്. ഹേ പ്രാജാപത്യ. വ്യൂഹരശ്മീൻ, അടുത്ത അതിനെയാണ് പറയുന്നത്. വ്യൂഹ വിഗമയ രശ്മീൻ സ്വാൻ. വിഗമയ, മാറ്റു എന്നാണ്. എന്റെ രശ്മികളെ മാറ്റു എന്ന് വെച്ചാൽ സൂര്യനിലേക്ക് നമ്മൾ നഗ്ന നേത്രങ്ങൾ കൊണ്ട് നോക്കുമ്പോൾ ആ സൂര്യനെ കാണാൻ കഴിയുന്നില്ല. അതിന്റെ തേജസ്സിന്റെ ആധിക്യം കൊണ്ട് കണ്ണിനെ അതിനെ താങ്ങാൻ കഴിയുന്നില്ല. അപ്പോൾ ആ തേജസ്സിനെ അതൊന്നും മാറ്റിക്കഴിഞ്ഞാൽ അതിന്റെ യഥാർത്ഥ രൂപത്തെ എനിക്ക് കാണാൻ കഴിയും എന്നാണ്. അപ്പോൾ ആ ഉപാധിയോടുകൂടിയിരിക്കുന്ന ഹിരണ്യഗർഭനെ സാക്ഷാത്കരിക്കുന്നതിനും കഴിയുന്നില്ല. കാരണം അതിന്റെ തേജസ് അത്രയും ശക്തമാണ്. അതിനെ സ്വീകരിക്കുന്നതിന്, താങ്ങുന്നതിന് ഈ സാധകന് ശക്തി പോരാ. അതുകൊണ്ട് പറയുന്നു എന്താണ്, അതിനെ നീ മാറ്റൂ രശ്മീൻ. ഇതെല്ലാം വളരെ പലതരത്തിൽ ഇത് വ്യാഖ്യാനിക്കാവുന്ന ഭാഗങ്ങളാണ്. സ്വാൻ, തന്റെ ആ രശ്മികളെ മാറ്റൂ എന്നാണ്. സമൂഹ തേജ. സമൂഹ എന്ന് പറയുന്നത് അടുത്ത പാദത്തിൽ വരുന്ന തേജസ്സിനോടുകൂടി അന്വയിക്കണം. സമൂഹ തേജ. തേജ സമൂഹ. സമൂഹ ഏകീഗുരു ഉപസംഹരത്തെ തേജ താപകം ജ്യോതി. ഉപസംഹര തേ തേജ താപകം ജ്യോതി. സമൂഹ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏകീഗുരു എന്ന് പറഞ്ഞാൽ ഉപസംഹരിക്കൂ. അത് നിന്നിലേക്ക് തന്നെ അതിനെ പിൻവലിക്കൂ. ഏതാണ്? തേ, നിന്റെ താപകം, തപിപ്പിക്കുന്ന
ജ്യോതി, ആ തേജസ്സിനെ, എന്നെ തപിപ്പിക്കുന്നതായ നിന്റെ ആ തേജസ് അതിനെ നിന്നിലേക്ക് തന്നെ ഉപസംഹരിക്കൂ, എന്നാലേ എനിക്ക് നിന്നെ സാക്ഷാത്കരിക്കാൻ കഴിയത്തുള്ളൂ എന്നർത്ഥം. അപ്പൊ തന്റെ ഉപാസ്യ ദേവനെ സാക്ഷാത്കരിക്കുന്നതിന്, കാരണം ഈശ്വരൻ സർവശക്തനും സർവജ്ഞനും സൃഷ്ടിസ്ഥിതി കർത്താവുമായിരിക്കുന്ന ഈശ്വരനെ ഈ അല്പജ്ഞനായിരിക്കുന്ന പരിച്ഛിന്നനായിരിക്കുന്ന ജീവൻ എങ്ങനെ സാക്ഷാത്കരിക്കാൻ കഴിയും? രണ്ടും രണ്ട് വിരുദ്ധ സ്വഭാവത്തോടുകൂടിയിരിക്കുകയാണ്. അപ്പോൾ അല്പജ്ഞനായ ഒരുവൻ എങ്ങനെ സർവജ്ഞനെ സാക്ഷാത്കരിക്കാൻ പറ്റും? അത് സാധ്യമേ അല്ല. കാരണം സാക്ഷാത്കരിക്കുകയല്ല, സമീപിക്കാൻ കൂടി സാധ്യമല്ല. ആ ഈശ്വര ചൈതന്യത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ജീവന്റെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ തുച്ഛവും നിസാരവുമാണ്. അങ്ങനെയുള്ള ഒന്നിന് ആ ഈശ്വരനെ സാക്ഷാത്കരിക്കാൻ എങ്ങനെ കഴിയും? കഴിയത്തില്ല. ആഗ്രഹിച്ചാലും കഴിയത്തില്ല. അതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യുന്നു? സാധകൻ പ്രാർത്ഥിക്കുകയാണ്, അതിന് നിന്റെ അനുഗ്രഹം തന്നെ വേണം. നിന്റെ ആ തേജസ്സിനെ ഒഴിവാക്കി എനിക്ക് സാക്ഷാത്കരിക്കാൻ പാകത്തിൽ നിന്നെ മാറ്റുക, എന്നാലേ സാക്ഷാത്കരിക്കാൻ പറ്റും എന്നാണ്. എന്നുവെച്ചാൽ ഈശ്വരനെ അതിന്റെ പൂർണ്ണതയിൽ ഉൾക്കൊള്ളുന്നതിന് ഒരു ജീവഭാവത്തിന് സാധ്യമേ അല്ല ഒരിക്കലും എന്നുള്ളതാണ്. ഒരു ജീവനും ഈശ്വരൻ അതിന്റെ യഥാർത്ഥ സ്വരൂപത്തിൽ അതിന്റെ പൂർണ്ണതയിൽ സാക്ഷാത്കരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഈശ്വരനെ കുറിച്ച് വിഭിന്നങ്ങളായ ആശയങ്ങളും അഭിപ്രായങ്ങളും എല്ലാം നിലനിൽക്കുന്നത്. അതിന്റെ പൂർണ്ണതയെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അത് പൂർണ്ണമാണെന്ന് അറിയാം, പക്ഷെ ആ പൂർണ്ണതയെ ഉൾക്കൊള്ളാൻ കഴിയത്തില്ല. പിന്നെ എന്താണോ, ദൂരെ നിന്നുകൊണ്ട് അതിനെ വിശദീകരിക്കാനേ പറ്റും. സ്വാഭാവികമായിട്ടും ആ വിശദീകരണങ്ങളെല്ലാം അതിന്റെ ഭാഗികമായ വീക്ഷണങ്ങളായിരിക്കും. അപ്പോൾ അതിന്റെ സ്വരൂപത്തെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. അഭിപ്രായ വ്യത്യാസങ്ങളാണ് നമ്മൾ പറയുന്നത് ദർശനങ്ങളെന്ന്, ദ്വൈതം, അദ്വൈതം, ഇഷ്ടാദ്വൈതം എന്നൊക്കെ പറയുന്നത്. എന്താണ്? ഈശ്വരനെ കുറിച്ചുള്ള ഭാഗികമായ കാഴ്ചപ്പാടുകളാണ്. അതിനെ പൂർണ്ണമായി സാക്ഷാത്കരിക്കാൻ സാധ്യമല്ല. കാരണം അതിനെക്കുറിച്ച് കാണുന്നവനും പറയുന്നവനും എല്ലാം എവിടെ ഇരിക്കുന്നു? ആ ജീവഭാവത്തിൽ ഇരുന്നുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. അതുകൊണ്ട് അതിന്റെ പൂർണ്ണതയെ ഒരിക്കലും ജീവന്റെ സാക്ഷാത്കാരത്തിന് അതൊരിക്കലും ഇതാകുന്നില്ല. ത്രിപാദസ്യ അമൃതന്തിവി എന്നതിനെക്കുറിച്ച് പറയുന്നു. അതിന്റെ പൂർണ്ണത എപ്പോഴും എന്താണ്? അതിന്റെ 3 പാദങ്ങളും പരിശുദ്ധമായി പൂർണ്ണമായി അങ്ങ് ഊരി നിൽക്കുന്നു എന്നാണ്. ലോകത്തിൽ നിൽക്കുന്നു എന്ന് പറയുന്നതാണ്. അപ്പൊ ഈ ഭൂലോകത്ത് കഴിയുന്ന ജീവൻ എങ്ങനെയാ ഈശ്വരനെ പൂർണ്ണമായി സാക്ഷാത്കരിക്കാൻ കഴിയും? ഒരിക്കലും സാധ്യമല്ല. ഭാഗികമായി കഴിയും. അദ്വൈത സിദ്ധാന്തത്തിൽ പോലും അങ്ങനെ പറയുന്നുണ്ട്. ആ സാക്ഷാത്കാരം എന്ന് പറയുന്നത് എപ്പോഴും സ്വാഭാവികമായി പറ്റും. അദ്വൈതിയുടെ ഭാഷയിൽ പറഞ്ഞു, നിരുപാധികമായ സാക്ഷാത്കാരം അങ്ങനെ ഒന്നില്ല. എന്തെങ്കിലും ഒരു ഉപാധിയോടുകൂടി മാത്രമേ ഈശ്വരനെ സാക്ഷാത്കരിക്കാൻ പറ്റൂ. അതിനുള്ള ഉപാധി എന്താണ് പറയുന്നത്? അങ്ങനെ സൂക്ഷ്മമായി ചിന്തിച്ചിരുന്നു പറയുന്നത് അതിസൂക്ഷ്മമായിരിക്കുന്ന അന്ധകരണ വൃത്തിയാണ്. അതിനാണ് നമ്മൾ തത്വജ്ഞാനം എന്ന് പറയുന്നത്. അപ്പൊ ജ്ഞാനം എന്ന് പറയുന്ന ഒരു ഉപാധിയിലൂടെയാണ് ഈശ്വരനെ സാക്ഷാത്കരിക്കുന്നത്. ആ ജ്ഞാനം എത്ര മഹത്വം ആയതായാലും ശരി, അത് ജീവന്റെ കയ്യിലിരിക്കുന്ന ഒരു ഉപകരണമാണ്. ആ ജ്ഞാനം ജീവന്റെ കയ്യിലിരിക്കുന്ന ഒരു ഉപായമാണത്. ശാസ്ത്രത്തിൽ അതിന് അഖണ്ഡാകാരവൃത്തി, ചരമവൃത്തി എന്നെല്ലാം പറയുന്നു. അങ്ങനെ ഒരു ആ ഉപാധി എന്ന് പറയുന്നതും ഈശ്വരസൃഷ്ടമായ ഈ പ്രപഞ്ചത്തിന്റെ ഒരു അംശമാണ്. ഈശ്വരസൃഷ്ടമായിരിക്കുന്ന ഈ പ്രപഞ്ചത്തിന്റെ ഏറ്റവും സൂക്ഷ്മവും ഏറ്റവും ശ്രേഷ്ഠവുമായ ഒരംശമാണെങ്കിലും അത് പരിച്ഛിന്നവും പരിമിതവുമായിരിക്കും. അതിലൂടെ ഈശ്വരനെ അറിയുക എന്ന് പറയുമ്പോൾ അത് ഈശ്വരന്റെ നിരുപാധികമായ സ്വരൂപത്തെ ആയിരിക്കില്ല അറിയുന്നത്, സ്വാഭാവികമായ സ്വരൂപത്തെ ആയിരിക്കും അറിയുന്നത്. അതുകൊണ്ട് ഈശ്വരനെ അതിന്റെ പൂർണ്ണതയിൽ ആരും സാക്ഷാത്കരിക്കത്തില്ല. സാക്ഷാത്കരിക്കാൻ ജീവന് സാധ്യമല്ല. ബ്രഹ്മസൂത്രത്തിന്റെ
അതേ ഈ വിഷയം വളരെ വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട്. ഈശ്വരൻ അതിന്റെ പൂർണ്ണതയിൽ ആരെങ്കിലും സാക്ഷാത്കരിക്കുന്നുണ്ടോ? ഇല്ല എന്നാണ് അവിടെ സമർത്ഥിക്കുന്നത്. അതാണ് ഇവിടുത്തെ പ്രാർത്ഥനയും അത് തന്നെയാണ്. കാരണം അതിന്റെ തേജസ്സിനെ എങ്ങനെ ഒരു ജീവൻ താങ്ങാൻ പറ്റും? സൂര്യന്റെ അടുത്തേക്ക് പോയി ഈ കണ്ണുകൊണ്ട് സൂര്യന്റെ അടുത്ത് നിന്ന് എങ്ങനെ സൂര്യനെ കാണാൻ പറ്റും? വളരെ ദൂരെ നിന്നിട്ട് തന്നെ അതിനെക്കുറിച്ച് ചെറിയൊരു കാഴ്ചയെ കിട്ടുന്നുള്ളൂ. അടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കണ്ണ് ഇല്ലാതെയാകും. കണ്ണിന് അത് താങ്ങുന്നതിനുള്ള ശക്തിയില്ല. അപ്പൊ അല്പജ്ഞനായിരിക്കുന്ന പരിച്ഛിന്നനായിരിക്കുന്ന ഈശ്വരന് അപരിച്ഛിന്നമായ ഒരു ചൈതന്യത്തെ എങ്ങനെ അതിന്റെ പൂർണ്ണതയിൽ സാക്ഷാത്കരിക്കാൻ പറ്റും? ഒരിക്കലും സാധ്യമല്ല എന്നാണ്. അത് തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. പിന്നെ കഴിയുന്നത്ര അടുക്കുക എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ടാണ് അതിനെ അനുഭവജനീയം, അനുഭവാതീതം എന്നെല്ലാം വർണ്ണിക്കുന്നത്. അതുകൊണ്ടാണ് അനുഭവം എന്നെല്ലാം പറയുന്നത് തന്നെ, അനുഭവം അനുഭൂതി എന്നെല്ലാം പറയുന്നത് തന്നെ ഇവിടെ ഒരു ജീവന്റെ തലത്ത് നിന്നുകൊണ്ട് ജീവന്റെ ഒരവസ്ഥാവിശേഷത്തെക്കുറിച്ച് പറയുകയാണ്. അതിലൊന്നും ഒരിക്കലും പരമാത്മാവിനെ അതിന്റെ പൂർണ്ണതയിൽ ഉൾക്കൊള്ളിക്കാൻ സാധ്യമല്ല എന്നാണ്. അതുകൊണ്ട് തന്നെ അതൊന്നും പരിശുദ്ധമായി പൂർണ്ണമായി നിലനിൽക്കും. ഏതെങ്കിലും തരത്തിൽ അതിനെ പരിമിതപ്പെടുത്തിയാൽ, ഒരു സാക്ഷാത്കാരമെന്നോ മറ്റെന്തെങ്കിലും പറഞ്ഞതിനെ പരിമിതപ്പെടുത്തിയാൽ അത് പിന്നെ അപൂർണമാവും, പരിച്ഛിന്നമാവും. അതൊരിക്കലും അതിന് സംഭവിക്കുന്നില്ല. അതുകൊണ്ടാണ് അത് വിഷയമാകുന്നില്ല, അത് അവിഷയമാണ് എന്നെല്ലാം അതിനെക്കുറിച്ച് പറയുന്നു. യസ്യാ മതം തസ്യ മതം എന്നെല്ലാം ഉപനിഷത്തിൽ പറയുന്നു. അതിൻ്റെയും താല്പര്യം അത് തന്നെ ഇവിടെയും പറയുന്നു. അത് ഉള്ളിൽ വെച്ചുകൊണ്ടുകൂടെ പറയാണ്, നിന്റെ തേജസ് അതിനെ നീ ഉപസംഹരിക്കൂ, നിന്നിലേക്ക് തന്നെ നിന്റെ ആ രശ്മികളെ നിന്നിൽ നിന്ന് മാറ്റൂ. രശ്മി അത് പ്രകാശത്തെക്കുറിച്ച് പറയുന്നു, തേജസ് അത് അതിന്റെ ചൂടിനെ കുറിച്ച് പറയുന്നു. ഇത് രണ്ടുമാണ് അങ്ങോട്ട് അടുക്കാൻ തടസ്സപ്പെടുത്തുന്നത്. അതിന്റെ പ്രകാശവും അതിന്റെ ഉഷ്ണവും സൂര്യന്റെ രണ്ടുമുണ്ട്. പ്രകാശം എന്ന് പറയുന്നത് അടുത്ത് ചെല്ലുമ്പോൾ പ്രകാശം തുറന്ന് കണ്ണിന് അതിനെ നോക്കാൻ കഴിയാതെ കണ്ണിനെ അടപ്പിക്കുന്നു അതിന്റെ പ്രകാശം. അതിന്റെ തേജസ്സാണെങ്കിലോ കണ്ണിനെ നശിപ്പിച്ചു കളയും, കരിച്ചു കളയും. അപ്പോൾ രണ്ടു തരത്തിലും അത് അങ്ങോട്ട് അടുക്കാൻ അനുവദിക്കുന്നില്ല. അതുപോലെയാണ് ഈ പരമാത്മ സത്യവും. അതിനെ ഉൾക്കൊള്ളുന്നതിന് നമ്മുടെ ഈ കർണങ്ങളൊന്നും തന്നെ പര്യാപ്തമല്ല. അതുകൊണ്ട് അതിന് കഴിയുന്നത്ര അടുക്കാൻ സഹായിക്കൂ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതാണ് ഇവിടെ മാർഗയാചന എന്ന് പറയുന്നത്. അതിനെ സമീപിക്കുന്നതിനുള്ള മാർഗം, വഴി, അതാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത്. ആ വഴിയൊന്ന് ശരിയാക്കാൻ പറയുക. യത്തേ തവരൂപം കല്യാണതമം, അടുത്ത് പറയുന്നത് അത്യന്ത ശോഭനം തത് തേ തവാത്മനഃ പ്രസാദാത് പശ്യാമി, അതാണ് അടുത്ത് പറയുന്നത്. യത്തേ രൂപം കല്യാണതമം തത് തേ പശ്യാമി, അതിനെ വ്യാഖ്യാനിക്കുകയാണ്. യത്തേ തവരൂപം, നിന്റെ സ്വരൂപം, കല്യാണതമം പറയുന്നു, അത്യന്ത ശോഭനം. ഈശ്വരന്റെ സ്വരൂപം എന്ന് പറയുന്നത് എന്താണ്? അത്യന്ത ശോഭനമാണ്. കാരണം അത് ആനന്ദ സ്വരൂപം എന്നാണ് പറയുന്നത്. അനിർവചനീയമായ നിരതിശയമായ ആനന്ദസ്വരൂപം എന്നാണ് ഈശ്വരനെ കുറിച്ച് പറയുന്നത്. തത് തേ തവ ആത്മനഃ പ്രസാദ, അങ്ങയുടെ പ്രസാദം കൊണ്ട്, അനുഗ്രഹം കൊണ്ട് അഹം പശ്യാമി, ഞാൻ കാണാം, ഞാൻ കാണട്ടെ എന്നാണ്. പശ്യാമി എന്ന് വെച്ചാൽ കാണട്ടെ എന്നാണ്. കണ്ടിട്ട് പ്രാർത്ഥിക്കുകയല്ല, കാണട്ടെ, കാണാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അങ്ങയുടെ ആ അത്യന്ത ശോഭനമായിരിക്കുന്ന ആനന്ദസ്വരൂപത്തെ ഞാൻ കാണട്ടെ. എങ്ങനെ? തവ പ്രസാദ, അങ്ങയുടെ അനുഗ്രഹം കൊണ്ട്. അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമേ അതിന്റെ ഒരു സാമീപ്യം ഉണ്ടാകത്തുള്ളൂ. ഒരു ഏകദേശ ദർശനം, ഈശ്വര ദർശനം അത് സാധ്യമാകും എന്നാണ്. അങ്ങനെ ഈശ്വരന്റെ ആ ഏകദേശ ദർശനം അല്ലെങ്കിൽ ഒരു വിദൂര ദർശനം എന്ന് വേണമെങ്കിൽ പറയാം. അതിനുള്ള അവകാശം തനിക്ക് എന്താണ്? അതാണ് അടുത്ത് പറയുന്നത്.
കിഞ്ച മാത്രമല്ല അഹം നതു ത്വാം ഭൃത്യവത് യാചേ. ഭാഷ്യകാരൻ പറയാണ്, ഞാൻ നിന്നോട് അഹം ത്വാം നിന്നോട് ഭൃത്യവത് ഒരു ഭൃത്യനെ പോലെ യാചേ യാചിക്കുന്നില്ല. തനിക്ക് അർഹതയില്ലാത്ത ഒന്നിനെ അങ്ങയുടെ കാരുണ്യം കൊണ്ട് മാത്രം എനിക്ക് തരണം എന്ന് യാചിക്കുകയല്ല. മറിച്ച് എന്താണ്, യോ അസൗ അസൗ പുരുഷഃ യോ അസൗ ആദിത്യമണ്ഡലസ്ഥോ വ്യാഹൃത്യമയവഃ പുരുഷഃ. യോ അസൗ പറയുന്നു, ആ പുരുഷൻ എന്ന് പറയുന്നു. ആ പുരുഷൻ എന്ന് പറഞ്ഞാൽ ആദിത്യമണ്ഡലസ്ഥൻ, ആദിത്യമണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്നവനായ ആ പുരുഷൻ. അത് പറയുന്നു വ്യാഹൃത്യമയവ, വ്യാഹൃതികളാകുന്ന അവയവത്തോടു കൂടിയവൻ. ഭൂർഭുവസ്വ, ഇതിനാണ് വ്യാഹൃതികളെന്ന് പറയുന്നത്, മഹാവ്യാഹൃതികൾ എന്ന് പറയുന്നത്. ഭൂർഭുവസ്വ, അതിനെക്കുറിച്ച് ഉപനിഷത്തുകളിൽ വ്യാഖ്യാനിക്കുന്നുണ്ട്. ആ ഭൂശിര, ആ ഭൂർലോകം എന്ന് പറയുന്നത് എന്താണ്, ആ ഹിരണ്യഗർഭന്റെ ശിരസ്സാണ്. ഭുവ ബാഹു, ഭുവർലോകം എന്ന് പറയുന്നത് അതിന്റെ ബാഹുക്കളാണ്. സ്വഹ അതിന്റെ പ്രതിഷ്ഠ പാദങ്ങളാണ് എന്ന് മറ്റും പറയുന്നുണ്ട്. ഈ പ്രപഞ്ചമാകുന്ന ശരീരത്തെ ധരിച്ചുകൊണ്ട് നിൽക്കുന്നവനാണ് ഹിരണ്യഗർഭൻ എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അത് പറയുന്നത്. ഭൂർലോകം, ഭൂർലോകം, സ്വർലോകം, അതെല്ലാം അതിന്റെ ഭാഗങ്ങളാണ്, അവയവങ്ങളാണ്. പറയുന്നുണ്ട് ഭൂർലോകം, ഭൂ അതിലൊരക്ഷരമേ ഉള്ളൂ. അതുകൊണ്ട് ഏകമായ ശിരസ്, അതാണത്. ഭൂഹ രണ്ടക്ഷരമുണ്ട്, അതുകൊണ്ടത് രണ്ട് ബാഹുക്കളാണ്. സ്വഹ അതിനും രണ്ടക്ഷരമുണ്ട്, അതുകൊണ്ട് രണ്ട് പാദങ്ങളാണെന്നെല്ലാം പറഞ്ഞ് ശ്രുതിയിൽ തന്നെ ഇത് വ്യാഖ്യാനിക്കുന്നുണ്ട്, വേദത്തിൽ തന്നെ. അങ്ങനെ വ്യാഖ്യാനിച്ചിട്ട് ഈ ഭൂർഭുവ സ്വഹ എന്ന് പറയുന്ന ഈ മൂന്നും ഈ സമ്പൂർണ്ണ പ്രപഞ്ചത്തിന്റെ പ്രതീകമാണ്. ആ പ്രപഞ്ചം എന്ന് പറയുന്നത് ഈ മൂന്ന് ശബ്ദങ്ങൾ എങ്ങനെ ഒന്നിന്റെ ഭാഗമായിരിക്കുന്നു അതുപോലെ ഏകനായിരിക്കുന്ന ആ ഹിരണ്യഗർഭന്റെ ഭാഗങ്ങളാണ്. ഹിരണ്യഗർഭൻ എന്ന് പറയുന്നത് ഈ പ്രപഞ്ചമാകുന്ന ശരീരത്തെ ധരിച്ചു നിൽക്കുന്ന ആളാണ് എന്നെല്ലാം വ്യാഖ്യാനിക്കുന്നുണ്ട്. അതിലൂടെ ഭാഷ്യകാരൻ സൂചിപ്പിക്കുകയാണ് വ്യാഹൃതി അവയവ, വ്യാഹൃതിയാകുന്ന അവയവങ്ങളോടുകൂടിയിരിക്കുന്ന ആ പുരുഷൻ. അതിനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അസൗ പുരുഷ, ഈ ആദിത്യമണ്ഡലത്തിൽ കാണുന്ന പുരുഷൻ. പുരുഷൻ എന്തുകൊണ്ട് പറയുന്നു? പുരുഷാകാരത്വ. ഈ പുരുഷനെ കുറിച്ച് വർണ്ണിക്കുമ്പോൾ ശ്രുതി തന്നെ പറയും എന്താണ്, അയാൾ ആ പുരുഷന് സുവർണമയമായ താടികളുണ്ട്. അതായത് ആ സൂര്യനിൽ നിന്നും ജ്വലിക്കുന്ന ആ കിരണങ്ങൾ അതെന്താണ്, ചെമ്പിച്ച താടി പോലെ ഒരു കവിയുടെ ഭാവനയിൽ ഋഷി വർണ്ണിക്കുന്നതാണ്. അപ്പം അങ്ങനെ വർണ്ണിക്കുമ്പോൾ എന്താണ്, അതിൻ്റെ ഒരു പുരുഷഭാവം വരുന്നുണ്ട്, ഒരു മനുഷ്യന്റെ ഭാവം. താടിയും മുടിയൊക്കെ ഉള്ള ഒരാൾ, ഹിരണ്യശ്മശ്രു എന്നെല്ലാം പറയുന്നുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞ പുരുഷാകാരത്വ, പുരുഷാകാരമായി തന്നെ അതിനെ കൽപ്പിക്കുകയാണ്. സൃഷ്ടികർത്താവ് എന്ന് പറയുമ്പോൾ എന്ത് വരുന്നു, അതിന് കേവലമായ ചൈതന്യ രൂപത്തിലോ മാത്രമല്ല ഒരു മനുഷ്യന്റെ ആകാരത്തിലും അതിനെ സങ്കല്പിക്കാം. അങ്ങനെ സങ്കല്പിക്കുന്നതുകൊണ്ട് പറഞ്ഞു പുരുഷാകാരം ഉള്ളതുകൊണ്ട് അതിനെ പുരുഷനെന്ന് വിളിക്കാം. മനുഷ്യന്റെ ആകാരം, ഈ ഭൂമിയിലെ മനുഷ്യന്റെ ആകാരം തന്നെ അതിന് കൽപ്പിക്കാം. അങ്ങനെ കൽപ്പിച്ച് പറയുന്നുണ്ട്. എന്തിനങ്ങനെ കൽപ്പിക്കുന്നു? ഉപാസനയ്ക്കുള്ള സൗകര്യത്തിന് വേണ്ടി, ഉപാസകന് അതിനെ ഉപാസിക്കുന്നതിന് ഉള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് അതിന് പുരുഷ രൂപം കൽപ്പിക്കുന്നത്. ആ രൂപത്തിൽ അതിനെ ധ്യാനിക്കാം അതിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ പുരുഷൻ എന്ന് പറയാം. അല്ലെങ്കിൽ പൂർണ്ണം വാ അനേന പ്രാണബുദ്ധ്യാത്മന ജഗത് സമസ്തം. പൂർണ്ണം അനേന എന്ന് വ്യാഖ്യാനിക്കാം. അനേന പൂർണ്ണം സമസ്തം ജഗത്ത്. ഇതിനാൽ ഈ ജഗത്ത് പൂർണ്ണമായിരിക്കുന്നു, അതുകൊണ്ട് ഇതിനെ പുരുഷൻ എന്ന് പറയും. പുരുഷൻ എന്ന് സാധാരണ നമ്മൾ പറയുന്ന അർത്ഥത്തില്ല. പുരുഷൻ എന്ന് പറഞ്ഞാൽ ആണ് എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ പ്രയോഗിക്കുന്നത്. പക്ഷെ ഇവിടെ ആണ് എന്നുള്ള അർത്ഥത്തിലല്ല. പുരുഷൻ എന്ന് വെച്ചാൽ ഒന്ന് ആദ്യം പറഞ്ഞ് മനുഷ്യാകാരം, ആകാരത്തിൽ. രണ്ട് പറയുകയാണെങ്കിൽ എന്താണ്, സമസ്ത ജഗത്തും ഇതിനാൽ പൂർണ്ണമായിരിക്കുന്നു. എങ്ങനെ സമസ്ത ജഗത്തും പൂർണ്ണമായിരിക്കുന്നു? പ്രാണബുദ്ധ്യാത്മന,
പ്രാണൻ, ബുദ്ധി തുടങ്ങിയ സൂക്ഷ്മ ഉപാധികളോടുകൂടി ഇരിക്കുന്ന ആളാണ് ഹിരണ്യഗർഭൻ. ഹിരണ്യഗർഭന്റെ ഉപാധിയായി പറയുന്നത് പ്രാണൻ, ബുദ്ധി മുതലായവയാണ്. സ്ഥൂല ശരീരമാകുന്ന ഉപാധിയോടുകൂടി ഇരിക്കുമ്പോൾ അതിന് വിരാട് പുരുഷൻ എന്ന് പറയുന്നു. സൂക്ഷ്മമായ ഉപാധിയോടുകൂടി ഇരിക്കുമ്പോൾ അതിനെ തന്നെ ഹിരണ്യഗർഭൻ എന്ന് പറയുന്നു. അതെല്ലാം ഒന്ന് തന്നെ. പല ഉപാധികളെ കൽപ്പിച്ച് പലതായി പറയുന്നു എന്നേ ഉള്ളൂ. ഇപ്പൊ പ്രാണൻ, ബുദ്ധി തുടങ്ങിയ സൂക്ഷ്മമായ ഉപാധികളെ സ്വീകരിച്ചുകൊണ്ട് സർവസ്ഥൂലഭൂതങ്ങളിലും വ്യാപിച്ചിരിക്കുന്നവൻ. അതാണ് പ്രാണബുദ്ധ്യാത്മന, പ്രാണബുദ്ധി രൂപത്തിൽ ജഗത് സമസ്തം, സർവ്വജഗത്തും വ്യാപിച്ചിരിക്കുന്നു. അതുകൊണ്ട് പുരുഷൻ. അപ്പൊ പുരുഷ ശബ്ദത്തിന്റെ മറ്റൊരു വ്യുത്പത്തി അങ്ങനെയാണ്. പൂർണ്ണം അനേന ഇതി പുരുഷ, അതിനാൽ പൂർണ്ണമായിരിക്കുന്നു, സർവത്ര വ്യാപിച്ചിരിക്കുന്നു എന്നർത്ഥം. ഇനി മറ്റൊരു വ്യാഖ്യാനം പറയുന്നു, പുരിശയനാദ്വാ പുരുഷ. പുരി, ഈ പുരിയിൽ, ഈ പട്ടണത്തിൽ, നഗരത്തിൽ, നവദ്വാരേ പുരേ ദേഹി എന്നെല്ലാം പറയുന്നു. അപ്പൊ ഈ പുരി എന്ന് പറയുന്ന ഈ ശരീരം തന്നെ, ഈ ശരീരത്തിൽ ശയിക്കുന്നു, ഈ ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്നു, ശരീരത്തിൽ സ്ഥിതി ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് പുരുഷൻ. അപ്പൊ പുരുഷ ശബ്ദത്തിന്റെ വ്യുത്പത്തിയാണ് ഈ പറഞ്ഞത്. അതാണ് അസൗ അസൗ പുരുഷ. ഈ പുരുഷൻ, ആദിത്യമണ്ഡലത്തിലുള്ള ആ പുരുഷൻ അതാരാണ്? സോ അഹമസ്മി, സഹാ പുരുഷൻ അഹമസ്മി ഭവാമി, ഞാൻ തന്നെ. ആദിത്യമണ്ഡലത്തിലിരിക്കുന്ന ആ പുരുഷൻ അത് തന്നെയാണ് ഞാൻ. എന്നിലും നിന്നിലും ഇരിക്കുന്ന ചൈതന്യം ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് നിന്റെ ഒരു ഭൃത്യൻ എന്നുള്ള നിലയ്ക്ക് അനർഹമായ ഒന്നിനെ ഞാൻ യാചിക്കുകയല്ല. ആണ് പറഞ്ഞത്, ഒരു ഭൃത്യനെ പോലെ ഞാൻ യാചിക്കുകയല്ല, മറിച്ച് എന്നിലും നിന്നിലും ഇരിക്കുന്ന ചൈതന്യം ഒന്ന് തന്നെ. അതുകൊണ്ട് ഞാൻ ജീവഭാവത്തിലായിപ്പോയി, നീ ഈശ്വരഭാവത്തിലിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുകയാണ്, നിന്റെ അനുഗ്രഹം കൊണ്ട് നിന്റെ യഥാർത്ഥ സ്വരൂപത്തെ, അത്യന്ത ശോഭനമായിരിക്കുന്ന ആനന്ദമായിരിക്കുന്ന ആ രൂപത്തെ എനിക്ക് കാണണം. അതിന് തടസ്സമായിരിക്കുന്ന നിന്റെ തന്നെ തേജസ്സാണ്. അതിനെ സമീപിക്കുന്നതിനുള്ള ശേഷി, സാമർഥ്യം, പ്രാഗൽഭ്യമൊന്നും എനിക്കില്ല. കാരണം ഞാൻ ജീവാവസ്ഥയിലും നീ ഈശ്വരാവസ്ഥയിലും ഇരിക്കുന്നു, രണ്ടും ഒന്നാണെങ്കിൽ. അതുകൊണ്ട് എന്റെ ഒരു അവകാശമാണ് നിന്റെ യഥാർത്ഥ സ്വരൂപം എന്താണെന്ന് മനസ്സിലാക്കുക എന്നുള്ള രീതിയിലൂടെ അടുത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ സത്യബോധത്തോടുകൂടി ഇവിടെ സാധകൻ സത്യത്തെ സമീപിക്കുകയാണ്, സത്യത്തെ സമീപിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പൊ സത്യത്തെ സമീപിക്കാൻ ശ്രമിക്കുന്നവന് സത്യത്തെക്കുറിച്ചുള്ള യഥാർത്ഥമായ ബോധം വേണം. സത്യത്തെക്കുറിച്ചുള്ള യഥാർത്ഥമായ ബോധത്തോടുകൂടി വേണം സത്യത്തെ സമീപിക്കാൻ ശ്രമിക്കേണ്ടത്. സത്യത്തെ സമീപിക്കാനുള്ള ശ്രമം, അതിനാണ് നമ്മൾ സാധന എന്ന് പറയുന്നത്. അപ്പൊ ശരിയായ സാധന എന്ന് പറയുന്നത് ശരിയായ ഈശ്വരബോധത്തോടുകൂടിയുള്ളതായിരിക്കണം. ആ ശരിയായിട്ടുള്ള ഈശ്വരബോധം എന്ന് പറയുന്നത് എന്താണ്? പരമാർത്ഥത്തിൽ ആ തത്വവും തന്റെ ഉള്ളിലിരിക്കുന്ന തത്വവും ഒന്ന് തന്നെ. അതിനെ വിസ്മരിച്ചുകൊണ്ടുള്ള ഏതൊരു സാധനയും അത് അപൂർണമാണ് സൂചിപ്പിക്കുന്നത്. കാരണം ഈശ്വരനെ അന്യനായി കാണുന്നു, അത് അപേക്ഷിച്ച് താൻ അല്പമാണ്, തുച്ഛമാണ് എന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് അന്യൻ എന്നതുപോലെ ആ ഈശ്വരനോട് മാർഗയാചന നടത്തുകയാണ്. ഇതെല്ലാം ചെയ്യുമ്പോഴും അതിന്റെ പരമാർത്ഥ സത്യത്തെ വിസ്മരിക്കുന്നില്ല. എന്താണ്? യോ അസൗ അസൗ സോഹമസ്മി, നിന്നിലിരിക്കുന്ന ആ ചൈതന്യം അത് തന്നെയാണ് എന്നിലും ഇരിക്കുന്നത്, വ്യത്യാസമില്ല. പരമാർത്ഥത്തിൽ വ്യത്യാസമുണ്ട്, വ്യവഹാരത്തിൽ വ്യത്യാസമുണ്ട്. ഇവിടെ താൻ സാധകനായും ഈശ്വരൻ സാധ്യമായും നിൽക്കുന്നു. അത് ഈ വ്യവഹാരത്തിൽ വരുന്ന വ്യത്യാസമാണ്. അങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിലും പരമാർത്ഥത്തിൽ ആ വ്യത്യാസമില്ല എന്നുള്ള ആ പരമാർത്ഥത്തെ ഓർമ്മിച്ചുകൊണ്ട് വേണം. അപ്പൊ ഇവിടെ ഇപ്പൊ പ്രാർത്ഥിക്കുന്നത് ദ്വൈതഭാവത്തിലാണ്. ദ്വൈതഭാവത്തിലാണ് സാധന അനുഷ്ഠിക്കുന്നത്. അതെല്ലാം ചെയ്യുമ്പോഴും എന്താണ്? പരമാർത്ഥ സത്യത്തെ വിസ്മരിക്കുന്നില്ല.
അതിനെ സ്മരിച്ചുകൊണ്ട് തന്നെ ചെയ്യുന്നു. ആ പരമാർത്ഥ സത്യത്തിന്റെ അനുഭവത്തിൽ നിന്നുകൊണ്ടല്ല, അങ്ങനെയാണെങ്കിൽ പിന്നെ ഒന്നും ചെയ്യേണ്ട ആവശ്യം. പക്ഷെ അതിനെ സ്മരിച്ചുകൊണ്ട്, അതിനെ ഓർത്തുകൊണ്ട് ഇവിടെ പറയുകയാണ്, അല്ലെങ്കിൽ അതിന്റെ ജ്ഞാനത്തോടുകൂടി പറയുകയാണ് ഇവിടെ പ്രാർത്ഥന. അപ്പോൾ ദ്വൈതാവസ്ഥയിലും അദ്വൈത ഭാവന ഉണ്ടായിരിക്കണം എന്നിവിടെ സൂചിപ്പിക്കുകയാണ്. അതിനുവേണ്ടിയിട്ട് രണ്ടിനെയും ഇവിടെ സമന്വയിപ്പിച്ച് കാണിച്ചിരിക്കുകയാണ്. എങ്ങനെ ദ്വൈതഭാവത്തിൽ നിന്നുകൊണ്ട് സാധന അനുഷ്ഠിക്കണം, അതേ സമയത്തിൽ എങ്ങനെ അദ്വൈത ഭാവന പുലർത്തണം, നിലനിർത്തണം, അതിനാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് വളരെ വ്യക്തമായിട്ട്. ഇനി അതിന്റെ അർത്ഥം പറയാം. പോഷൻ, ജഗത്തിനെ പോഷിപ്പിക്കുന്നവനെ, ഏകർഷേ, ഏകനായി സഞ്ചരിക്കുന്നവനെ, യമ, സർവത്തെയും നിയന്ത്രിക്കുന്നവനെ, സൂര്യ, ഇന്ദ്രിയങ്ങളെയും രസങ്ങളെയും സ്വീകരിക്കുന്നവനെ, പ്രാജാപതി, പ്രജാപതിയുടെ സന്താനമേ, അല്ലെങ്കിൽ പ്രജാപതിയുടെ ഉപാധിയായിരിക്കുന്നവനെ, രശ്മീൻ വ്യൂഹ, നിന്റെ പ്രകാശകിരണങ്ങളെ മാറ്റൂ, തേജഃ സമൂഹ, നിന്റെ തേജസ്സിന് തപിപ്പിക്കുന്ന ആ ചൂടിനെ സമൂഹ, നിന്നിലേക്ക് ഉപസംഹരിക്കൂ, ഏത് തേ, ഏതെന്നാണോ നിന്റെ കല്യാണതമം രൂപം, അത്യന്ത ശോഭനമായിരിക്കുന്ന ആനന്ദമയമായിരിക്കുന്ന ആ സ്വരൂപം, തത് അതിനെ, തേ നിന്റെ കൃപയാൽ, പശ്യാമി ഞാൻ കാണട്ടെ, യഹ അസൗ, അസൗ പുരുഷ, അസൗ എന്ന് പറയുന്ന ആവർത്തിച്ചിരിക്കുകയാണ്. ഏതെന്നാണോ അവിടെ കാണുന്ന ആ പുരുഷൻ, ആദിത്യമണ്ഡലത്തിൽ കാണുന്ന ആ പുരുഷൻ, സഹ അവൻ, അഹമസ്മി ഞാൻ തന്നെ. ഈ രണ്ട് മന്ത്രങ്ങളും വളരെ ശ്രേഷ്ഠമായ ഒരു പ്രാർത്ഥനയാണ്. ഉപാസകൻ സദാ ചൊല്ലുന്നതും അവസാന സമയത്ത്, അതുകൊണ്ട് തന്നെ അവസാന സമയം ചൊല്ലുന്നതാണ്. സദാ ചൊല്ലിയാലേ അവസാനം ചൊല്ലാൻ പറ്റും, അതുകൊണ്ട് തന്നെ അവസാനം മരണസമയത്ത് ചൊല്ലുന്നതുമാണ്. അപ്പൊ ഈ പ്രാർത്ഥനയുടെ ഫലമായി ആ ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ട് ആ ജീവന് ശരിയായ മാർഗത്തിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്നു. മരണശേഷം എന്നുവെച്ചാൽ ഉത്തരായണ മാർഗത്തിലൂടെ അവന് സഞ്ചരിക്കാൻ കഴിയുന്നു എന്നാണ് പറയുന്നത്. അടുത്ത മന്ത്രം വായു അനിലം, വായു അനിലം അമൃതം അധ ഇദം ഭസ്മാന്തം ശരീരം ഓം ക്രതോ സ്മര കൃതം സ്മര ക്രതോ സ്മര കൃതം സ്മര. വായുരനിലമൃതമധേദം ഭസ്മാന്തം ശരീരം ഓം ക്രതോ സ്മര കൃതം സ്മര ക്രതോ സ്മര കൃതം സ്മര. അത് ആദ്യത്തത് ക്രതോ എന്നാണ്, രണ്ടാമത്തത് കൃതം എന്നാണ്.
ആദ്യത്തെ ഉച്ചരിക്കുമ്പോൾ ക്ര എന്നും രണ്ടാമത്തെ ഉച്ചരിക്കുമ്പോൾ കൃ എന്നും ഉച്ചരിക്കുന്നു. ഉച്ചാരണത്തിൽ വ്യത്യാസമുണ്ട്. രണ്ടും കൃതോ സ്മര കൃതം സ്മര എന്ന് ഉച്ചരിക്കുന്നു. അതായത് ആദ്യം കായോടുകൂടി ചേർന്നിരിക്കുന്ന രായാണ്, രേഫം പോലെ. രണ്ടാമത്തേത് കായോടുകൂടി ചേർന്നിരിക്കുന്ന സ്വരം ഋകാരമാണ്. അപ്പോൾ രണ്ടും ഉച്ചരിക്കുന്നതിന് വ്യത്യാസമുണ്ട്. ഒന്ന് ക്രതവും രണ്ടാമത്തത് കൃത്തം എന്ന വ്യത്യാസമുണ്ട്. ഇപ്പൊ കഴിഞ്ഞ മന്ത്രത്തിന്റെ വ്യാഖ്യാനം പൂർത്തിയാക്കിയിട്ട് അതിനോട് ചേർന്ന് വരുന്ന അതിന്റെ ഭാഗമായി വരുന്നൊരു ഭാഗത്തോടെ പറയണം. അഥ ഇദാനീം ഇപ്പോൾ മമ മരിഷ്യതഃ വായു പ്രാണോ അധ്യാത്മപരിച്ഛേദം ഹിത്വാ അധിദൈവതാത്മാനം സർവാത്മകം അനിലം അമൃതം സൂത്രാത്മാനം പ്രതിപദ്യതാം ഇതി വാക്യശേഷഃ. ഇത് പ്രാർത്ഥിച്ചല്ലോ. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നൂടെ പറയുന്നു. ഇദാനീം മമ മനുഷ്യതഃ, മനുഷ്യതഃ മരിക്കാൻ പോകുന്നവൻ, മനുഷ്യതഃ മനുഷ്യൻ മരിക്കാൻ പോവുകയാണ്. ഇപ്പൊ മരിച്ചില്ല, മരിക്കുന്നതിനൊന്ന് പ്രാർത്ഥിക്കുകയാണ്. ഭാവിയിൽ ഉടനെ തന്നെ സമീപഭാവിയിൽ മരിക്കാൻ പോവുകയാണ്. അവനാണിത് പ്രാർത്ഥിക്കുന്നത്. മനുഷ്യതഃ, ഇത് മരിക്കാൻ പോകുന്നവനും പ്രാർത്ഥിക്കാം, മരിക്കാൻ കിടക്കുന്നവരുടെ അടുത്ത് നിന്നും പ്രാർത്ഥിക്കാം ഈ മന്ത്രം. കാരണം സ്വയം പ്രാർത്ഥിക്കുന്നതിന് ശേഷിയില്ലാതെ വരുമ്പോൾ ഇത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇത് മരിക്കാൻ പോകുന്നയാളിന്റെ മനസ്സിൽ പതിയും. അതുകൊണ്ട് മരിക്കാൻ പോകുന്നവരുടെ അടുത്ത് പോയി ഈ മന്ത്രങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്. കാരണം അയാളുടെ മനസ്സിൽ ഇത് പതിയട്ടെ എന്ന് കരുതുകയാണ്. ഉച്ചരിക്കാൻ ഉള്ള ശേഷി ഇല്ലെങ്കിലും മനസ്സിൽ പതിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സ്മരണ വരും. അതുകൊണ്ട് പറയുന്നു മമ മനുഷ്യത. ഇവിടെ എന്താണ് ഈ സാധകൻ അറിയാൻ താൻ മരിക്കാൻ പോവുകയാണ്, മനസ്സിന് ദാർഢ്യമുണ്ട്, ഉപാസനമുണ്ട്. അതുകൊണ്ട് അയാൾ പറയുന്നത് എന്താണ്, മരിക്കാൻ പോകുന്ന എന്റെ വായു, അതായത് പ്രാണൻ, എന്റെ പ്രാണൻ ഇവിടെ പറയുന്നു വായു പ്രാണൻ അധ്യാത്മപരിച്ഛേദം ഹിത്വ. അധ്യാത്മപരിച്ഛേദം, ശരീരപരിച്ഛേദം, ഈ ശരീരത്തിൻ്റെതായ പരിച്ഛേദം, പരിമിതി, അത് ഉപേക്ഷിച്ചിട്ട് ഇപ്പൊ എന്താണ് സംഭവിക്കുന്നത്? ഈ ശരീരത്തിൽ എന്റെ പ്രാണൻ ഇതുവരെ പരിമിതനായിരുന്നു, അത് വിട്ടിട്ട് ദൈവതാത്മാനം, ദേവതാസ്വരൂപം, ഹിരണ്യഗർഭസ്വരൂപം, ഹിരണ്യഗർഭന്റെ ഉപാധിയായിരിക്കുന്ന സമഷ്ടി പ്രാണൻ, അതാണ് അതിദൈവതാത്മാനം. സർവാത്മകം, സർവസ്വരൂപമായിരിക്കുന്ന ആ ഹിരണ്യഗർഭനും പ്രാണനാകുന്ന ഉപാധിയുള്ളത് സമഷ്ടി പ്രാണൻ. ഇവിടെ സാധകനും പ്രാണൻ എന്ന് പറയുന്ന ഒരു ഉപാധിയുണ്ട്, അത് വ്യഷ്ടിപ്രാണൻ. ആ വ്യഷ്ടിപ്രാണൻ ഈ ശരീര പരിച്ഛേദത്തെ വിട്ടിട്ട് ആ ഹിരണ്യഗർഭ പ്രാണനോട് ഏകീഭവിക്കുന്നു. അതാണ് അതിദൈവതാത്മാനം, സർവാത്മകം, സർവസ്വരൂപമായിരിക്കുന്ന അനിലം, അനിലം, അമൃതം, അനിലം അമൃതം, അതിനെ വ്യാഖ്യാനിക്കുകയാണ് സൂത്രാത്മാനം. ആ ഹിരണ്യഗർഭനാണ് സൂത്രാത്മാവെന്ന് പറയും. എന്നുവെച്ചാൽ ഹിരണ്യഗർഭന്റെ ഉപാധിയായിരിക്കുന്ന ആ സമഷ്ടി പ്രാണൻ അതിന് പ്രതിപദ്യതാം, പ്രാപിക്കട്ടെ. ഇതി വാക്യശേഷം പ്രതിപദ്യത എന്നൂടെ ഇവിടെ ചേർത്തോണം. അപ്പൊ ഇവിടെ ആ കഴിഞ്ഞ് വന്ന പ്രാർത്ഥനയാണ് തുടർച്ചയായിട്ട് വരുന്ന പ്രാർത്ഥനയാണ്. അധ, ഇതാ ഞാൻ മരിക്കാൻ പോവുകയാണ്, ഇനി വായു അനിലം അമൃതം പ്രതിപദ്യത എന്ന് വ്യാഖ്യാനിക്കുകയാണ്. ഇനി എന്റെ ഈ ശരീരത്തിന്റെ ഉള്ളിലിരിക്കുന്ന ഈ പ്രാണൻ ആ ഹിരണ്യഗർഭന്റെ ഉപാധിയായിരിക്കുന്ന ആ പ്രാണനോട് ഏകീഭവിക്കട്ടെ, ഒന്നായി തീരട്ടെ. ഈ ശരീരം വിട്ടിട്ട് ഈ പ്രാണൻ സഞ്ചരിക്കുന്നു എന്ന് ഇതുകൊണ്ട് സൂചിപ്പിക്കുകയാണ്. ഈ ശരീരം വിട്ട് ഈ പ്രാണൻ പോകുന്നുണ്ട്, വേറെ എവിടേക്കോ പോകുന്നു എന്ന് സൂചിപ്പിക്കുന്നു. ശരീരം വിട്ട് പ്രാണൻ പോകുന്നു എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് വ്യക്തമാകുന്നത്? അവിടെ സദ്യവും മുക്തി സംഭവിക്കുന്നില്ല.
ക്രമമുക്തിക്ക് വേണ്ടി ഈ പ്രാണൻ സഞ്ചരിക്കുകയാണ്. അതാണ് അടുത്ത് പറയുന്നത്. ലിംഗം ചെയ്തം, ഇത് അടയാളമാണ്. എന്തിന്? ജ്ഞാനകർമ്മ സംസ്കൃതം ഉത്ക്രാമതു ഇതി ദ്രഷ്ടവ്യം. ജ്ഞാനകർമ്മ സംസ്കൃതം, ജ്ഞാനകർമ്മങ്ങളെ കൊണ്ട്, ജ്ഞാനം എന്ന് വെച്ചാൽ ഉപാസന, കർമ്മം നേരത്തെ പറഞ്ഞാണ് വിദ്യയെന്നും അവിദ്യയെന്നും പറഞ്ഞു. അപ്പൊ ആ ഉപാസനാകർമ്മത്താൽ സംസ്കരിക്കപ്പെട്ട ആ ജീവൻ ഉത്ക്രമിക്കുന്നു. അതിന് ഉത്ക്രമണമുണ്ട്. എന്ന് വെച്ചാൽ ഈ ശരീരം വിട്ട് ഊർധ്വലോകങ്ങളിലേക്ക് പോകുന്നു എന്നുള്ളതിന് ഇതാണ് അടയാളമായിരിക്കേണ്ടത്, നമുക്ക് പ്രമാണമായിരിക്കേണ്ടത്. ഇത് ദൃഷ്ടമയെന്ന് മനസ്സിലാക്കണം. ഈ പ്രാർത്ഥനയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ഈ ഇവിടെ പ്രാർത്ഥിക്കുന്ന ഒരു ഉപാസകനാണ്, ജ്ഞാനകർമ്മ സമുച്ചയം അനുഷ്ഠിച്ച ആളാണ്. മരണശേഷം ആ ശരീരത്തിൽ നിന്നും ആ ജീവൻ ആ ശരീരം വിട്ട് ബ്രഹ്മലോകത്തേക്ക് പോകുന്നു എന്നതിൽ നിന്ന് മനസ്സിലാക്കാം. ഇവിടെ അത് വ്യക്തമായി പറയുന്നുണ്ട്. മാർഗയാചന സാമർഥ്യം, ഇവിടെ മാർഗത്തെ, വഴിയെ യാചിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. എനിക്ക് എന്നെ ശരിയായ മാർഗത്തിലൂടെ നടത്തണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഇവിടെ എല്ലാം അവസാനിക്കുന്നില്ല, ഇനിയും ഇതിന്റെ ബാക്കി ശേഷിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. വീണ്ടും പറയുന്നു, അഥ ഇദം ശരീരം അഗ്നൗ ഹുതം ഭസ്മാന്തം ഭൂയാ. പറയുന്നു, ഈ ശരീരം അഗ്നോഹുതം, അഗ്നിയിലേക്ക് സമർപ്പിക്കപ്പെട്ടതായ ഈ ശരീരം ഭസ്മാന്തം ഭൂയാ, ഇത് ഭസ്മാന്തമായി തീരട്ടെ, ഈ ശരീരം അങ്ങ് നശിക്കട്ടെ എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ ഈ ശരീരത്തെക്കുറിച്ച് ഇനി എനിക്ക് ചിന്തയില്ല, ഈ ശരീരത്തോട് എനിക്ക് മമതയൊന്നുമില്ല, ആ മമതയെല്ലാം നശിച്ചു കഴിഞ്ഞു. കാരണം ശരീരത്തിന്റെ നാശത്തെ ആരും ആഗ്രഹിക്കുന്നതല്ല. കാരണം ശരീരത്തിന്റെ നിലനിൽപ്പിനെ ആശ്രയിച്ചാണ് ജീവൻ നിലനിൽക്കുന്നതെന്നാണ് ധരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആണ് ശരീരനാശത്തെ ആഗ്രഹിക്കാത്തത്. അപ്പൊ താൻ നശിച്ചു പോകുമെന്ന് കരുതുന്നുണ്ട്. അപ്പൊ ഇവിടെ ഉപാസകന് ആ ബോധമുണ്ടായി, എന്താണ് താൻ ശരീരത്തിൽ നിന്നും അന്യനാണ്. അതുകൊണ്ട് ഈ ശരീരം വെന്ത് വെണ്ണീറായിക്കൊള്ളട്ടെ, ഹുതം ഭസ്മാന്തം ഭൂയ, എനിക്കതിന് യാതൊരു പ്രയാസമില്ല, ശരീരത്തോട് യാതൊരു മമതയും, ശരീരത്തിൽ അഹന്തയും. എന്നാൽ ശരീരത്തിന്റെ നിസ്സാരതയെ മനസ്സിലാക്കിക്കൊണ്ട് തന്റെ ശരീരനാശത്തെ അല്ലെങ്കിൽ മരണത്തെ കുറിച്ച് യാതൊരു വ്യാകുലതയും ഇല്ലാതെ, കാരണം മരിക്കുന്ന സമയത്ത് സാധാരണഗതിയിൽ മനുഷ്യന് വ്യാകുലതയുണ്ടാവും, താൻ നശിക്കുന്നു. മരണത്തെ വളരെ ഭയപ്പാടോടുകൂടി വ്യാകുലതയോടുകൂടിയാണ് ഒരുവൻ സ്വീകരിക്കുന്നത്. പക്ഷെ ഇവിടെ സാധകനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ ഇത് നശിച്ചോട്ടെ, ഭസ്മമായിക്കൊള്ളട്ടെ, താൻ ഇതുകൊണ്ട് നശിക്കുന്നില്ല എന്നിവിടെ ഇതാണ് ശരിയായ സാധനയുടെ ഫലം എന്ന് പറയുന്നു. മനസ്സിന് ദാർഢ്യത ഉണ്ടാവും. മനസ്സിന് ആ ദാർഢ്യത ഉണ്ടാവണമെങ്കിൽ അയാളുടെ സാധന കൊണ്ട് മനസ്സിന് അതിനുള്ള ശ്രദ്ധയും ഏകാഗ്രതയും ഉണ്ടാവും. അങ്ങനെ ഉണ്ടായിട്ടുള്ളവന് മാത്രമേ ഈ പറയുന്ന തരത്തിലുള്ള മനസ്സിന്റെ ദാർഢ്യം ഉണ്ടാവും. അല്ലെങ്കിൽ അവസാന സമയത്ത് മനസ്സ് പതറിപ്പോവും, ഉണ്ടാകത്തില്ല. ഈ പറയുന്ന ശരിയായ ഈശ്വരബോധത്തോടുകൂടി ശരിയായ മാർഗത്തിൽ സഞ്ചരിക്കുന്നവന് മാത്രമേ, ശരിയായ മാർഗം എന്ന് പറയുമ്പോൾ ഇവിടെ ശാസ്ത്രത്തിൽ നിർദ്ദേശിക്കുന്ന വ്യക്തമായ മാർഗങ്ങൾ, ആ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നവന് മാത്രമേ അവസാനം ഈ പറയുന്ന തരത്തിലുള്ള ദൃഢത മനസ്സിലുണ്ടാകും. ഇവിടെ ചോദ്യമുണ്ട്, അതും ഇതിനെ സംബന്ധിച്ചാണ്. ചിത്തശുദ്ധിയും ചിത്തേകാഗ്രതയും ഒന്നാണ്. ചിത്തശുദ്ധിയും ചിത്ത ഏകാഗ്രതയും എന്ന് പറയുന്നത് ഇത് ഒന്നേ അധികം ഒന്നേ രണ്ട് എന്നിടത്ത് കാണിക്കത്തക്ക രണ്ട് കാര്യങ്ങളല്ല, ഒരേ അന്ധകരണത്തിൽ തന്നെ സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെ. ചെറിയ വ്യത്യാസം പറയാം എന്നുള്ളതേ ഉള്ളൂ. രണ്ടും വ്യത്യസ്തമായ രണ്ട് കാര്യങ്ങളല്ല. ചിത്തശുദ്ധി എന്ന് പറയുന്നതും ചിത്ത ഏകാഗ്രത എന്ന് പറയുന്നതും മുമ്പ് പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. ചിത്തശുദ്ധി എന്ന് പറയുന്നത് രാഗദ്വേഷാദികളില്ലാതിരിക്കുക. ചിത്ത ഏകാഗ്രത എന്ന് പറയുന്നതാണ് നമ്മളിപ്പോൾ പറയുന്ന മനോദാർഢ്യം. അതാണ് ചിത്ത ഏകാഗ്രത എന്ന് പറയുന്നത്. അങ്ങനെ ദാർഢ്യം എന്ന് എന്തുകൊണ്ട് പറയുന്നു? മനസ്സിനെ
എവിടെയെങ്കിലും ഒരിടത്ത് ആ ജീവന്റെ ഇച്ഛ അനുസരിച്ച് ഒരു വിഷയത്തെ നിർത്താനുള്ള കഴിവ്, ഒരു വിഷയത്തെ ഉറപ്പിക്കാനുള്ള കഴിവ്, അതിനാണ് ചിത്ത ഏകാഗ്രത, ചിത്ര ദാർഢ്യം എന്ന് പറയുന്നത്. അപ്പൊ ഇത് രണ്ടും ഒരുമിച്ച് തന്നെ വരുന്ന കാര്യങ്ങളാണ്. ചിത്തശുദ്ധി വരുമ്പോൾ സ്വാഭാവികമായും ചിത്തത്തിന് ഏകാഗ്രതയും വരും. പരസ്പര സാപേക്ഷങ്ങളാണ്. കാരണം ചിത്തശുദ്ധിക്ക് വേണ്ട കർമ്മങ്ങൾ അനുഷ്ഠിക്കണമെങ്കിൽ ചിത്തത്തിന് ഏകാഗ്രത വേണം. ചിത്തത്തിന് ഏകാഗ്രത ഇല്ലാത്തവന് ചിത്തത്തിന് ദാർഢ്യം ഉണ്ടാകത്തില്ല. ചിത്തദാർഢ്യം ഉണ്ടാകില്ലെങ്കിൽ അയാൾക്ക് സാധനാമാർഗത്തിൽ തുടർച്ചയായിട്ട് നിന്ന് പ്രവർത്തിക്കാൻ പറ്റത്തില്ല എന്നർത്ഥം. ചിത്ത ഏകാഗ്രത ഇല്ലാത്തതുകൊണ്ടാണ്. ഇപ്പോൾ നമ്മൾ വിചാരിക്കുന്നു ഇന്ന് മുതൽ രാവിലെ 5 മണിക്ക് എണീക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ചിത്തദാർഢ്യമുള്ളവനെ അത് നാളെ അതുപോലെ എണീക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇന്ന് 5 മണി നാളെ 6 മണിയാവും. ഇവിടെ ദാർഢ്യമില്ല. ചിത്തത്തിന് അതിനുള്ള ശുദ്ധി ഉണ്ടെന്ന് പറയാം. കാരണം അതിലൊരു ശുഭേച്ഛ ഉണ്ട്. അങ്ങനെ കൃത്യമായി ഒന്ന് ചെയ്യണമെന്നുള്ള ആഗ്രഹം മനസ്സിൽ വരും. അത് ചിത്തത്തിന്റെ ശുദ്ധിയുടെ ലക്ഷണമാണ്. പക്ഷെ അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ട്? അവിടെ ഏകാഗ്രത, ദാർഢ്യമില്ല. പിറ്റേ ദിവസം ആകുമ്പോൾ അത് വിട്ടുപോകും. അപ്പോ ഇത് രണ്ടും പരസ്പര സാപേക്ഷങ്ങളാണ്. ഒന്ന് മറ്റൊന്നിനെ ആശ്രയിച്ചിരിക്കുന്നു. രണ്ടിന്റെയും ഫലം നമുക്ക് രണ്ടു തരത്തിൽ കാണാം. ചിത്തശുദ്ധിയുടെ ഫലം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ചിത്തത്തിന്റെ ശാന്തി, ചിത്തസമാധാനം, അതിന്റെ ഫലമാണ്. ചിത്ത ഏകാഗ്രതയുടെ ഫലം നമുക്കറിയാം. അതിന്റെ ഉറപ്പ്, അതിന്റെ ദൃഢത. ഒരു കാര്യത്തിൽ മനസ്സ് വച്ചാൽ അത് അവിടെ തന്നെ നിൽക്കുക. ഒരു നിശ്ചയം മനസ്സിലെടുത്തു കഴിഞ്ഞാൽ ആ നിശ്ചയത്തിനനുസരിച്ച് തന്നെ പോവുക. അത് ഏകാഗ്രതയുടെ ഫലമാണ്. അതായത് മനസ്സ് വാസന പ്രേരിതമായി ഒരു വിഷയത്തിൽ നിന്നും മറ്റൊരു വിഷയത്തിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് കാരണം വാസനയാണ്. അപ്പോൾ ആ വാസന അവിടെ സദ്വാസന വളർത്തി മനസ്സിന് തനിക്ക് ഇഷ്ടപ്പെട്ട വിഷയത്തെ നിർത്താൻ കഴിയുക, താൻ ആഗ്രഹിക്കുന്ന വിഷയം. അതിന് പ്രേരകമായിരിക്കുന്ന വാസന വളർന്നുക. അപ്പൊ ചിത്തദാർഢ്യത്തിന് വേണ്ടിയിട്ടാണ് ധ്യാനവും മറ്റും പരിശീലിക്കുന്നത്. ചിത്തദാർഢ്യത്തിന് വേണ്ടിയിട്ട് കർമ്മയോഗം കൊണ്ട് ചിത്തത്തിന്റെ ശുദ്ധിയും, യോഗ പരിശീലനം കൊണ്ട് ചിത്തത്തിന്റെ ദാർഢ്യവും, ദേവത ഉപാസന കൊണ്ട് ഇതിന് രണ്ടിനും വേണ്ടിയിട്ടുള്ള ദേവതാനുഗ്രഹവും. ഇത് മൂന്നും ഒരാൾക്ക് ഒരുമിച്ച് കിട്ടിക്കഴിഞ്ഞാൽ അയാൾ വലിയ ഭാഗ്യവാനാണ്. ഒരേ സമയം കിട്ടിക്കഴിഞ്ഞാൽ. അപ്പൊ അതിന് ഇത് മൂന്നും നമ്മുടെ ശാസ്ത്രസമ്മതവും ഗുരുക്കന്മാർ നിർദ്ദേശിക്കുന്നതുമായ ഉപായങ്ങളാണ്. ദേവത ഉപാസന, യോഗ പരിശീലനം, കർമ്മയോഗ അനുഷ്ഠാനം. ഇത് മൂന്നും കൊണ്ട് സംസ്കരിക്കപ്പെടുന്ന മനസ്സ്, അതിലാണ് ശ്രവണ മനന നിധ്യാസനങ്ങളിലൂടെ ജ്ഞാനപ്രാപ്തി ഉണ്ടാകുന്നത്. അതുകൊണ്ട് കർമ്മയോഗത്തിന്റെയും ധ്യാന ജപാതി ഉപാസനയുടെയും ഫലം അതുതന്നെ. ഇതിന്റെയെല്ലാം ഫലം ആത്യന്തികമായിട്ട് ഒന്ന് തന്നെ. എന്നാലും നമുക്ക് വേർതിരിച്ച് കാണിക്കാം എങ്ങനെ കർമ്മയോഗത്തിന്റെ ഫലമായി വരുന്നു ചിത്തശുദ്ധി, ധ്യാനം അതിന്റെ ഫലമായി വരുന്നു ചിത്ത ഏകാഗ്രത, ഉപാസന അതിന്റെ ഫലമായി വരുന്നു ദേവത അനുഗ്രഹം. ഏതിനെയാണോ നമ്മൾ ഉപാസിക്കുന്നത് അതിന്റെ അനുഗ്രഹം. അപ്പോൾ അതിന്റെ വ്യത്യാസം നമുക്ക് അങ്ങനെ മനസ്സിലാക്കാം. എന്നുവെച്ചാൽ അത് തികച്ചും വ്യത്യസ്തമായ കാര്യങ്ങളല്ലെന്ന് മനസ്സിലാക്കും. കാരണം ഇതെല്ലാം ഒരു ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നതാണ്. അതുകൊണ്ട് ഇവയെ തമ്മിലൊന്നും കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങൾ ഇല്ല. ഇത് നമ്മൾ മുമ്പ് പലതവണയും ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് അത്തരം അന്ധക്കരണ വിഭാഗം പരിഭാഗം ഉള്ള ഒരു സാധകന് മാത്രമേ, ഇതെല്ലാം തന്റെ ജീവിതത്തിൽ സമന്വയിപ്പിച്ചിട്ടുള്ള ഒരാൾക്ക് മാത്രമേ ഈ തരത്തിൽ അവസാന സമയത്ത് സ്വയം മാർഗയാചന പ്രാർത്ഥിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ ആരെങ്കിലും അടുത്ത് നിന്ന് പ്രാർത്ഥിക്കേണ്ടി വരും. അതുകൊണ്ട് അവസാന സമയത്ത് ആരെയും അടുത്ത് നിർത്താൻ ശ്രമിക്കരുത്. സ്വയം പ്രാർത്ഥിക്കണമെങ്കിൽ ഈ പറയുന്ന ഇതെല്ലാം വരണം. അങ്ങനെയാണ് ഇവിടെ ഈ സാധകൻ പ്രാർത്ഥിക്കുന്നത്. ഇത് ജ്ഞാനകർമ്മ സമുച്ചയം, ജ്ഞാനകർമ്മങ്ങളെ, ജ്ഞാനമെന്ന് വെച്ചാൽ ഉപാസനാ കർമ്മങ്ങളെ സമുച്ചയിച്ചനുഷ്ഠിച്ച് അതിന്റെ ഫലത്തെ ആ ജീവിതാന്ത്യത്തിൽ നേടിയ ഒരാളുടെ പ്രാർത്ഥനയാണ് ഇവിടെ നമ്മൾ കാണിച്ചിരിക്കുന്നത്. ഇത് തുടർന്നുള്ള ഭാഗം നമ്മൾ
അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യും.